ബൈ ബൈ. See you tomorrow. Okay, bye. ഇപ്പൊ കണ്ടില്ലേ നിന്നെ വീഴ്ത്താൻ എത്ര എളുപ്പമാണ്. ലെറ്റർ തന്നു, ഫ്ലവർ തന്നു, ലവ് എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളത്തരത്തിൽ ലെറ്റർ തന്നു, എന്റെ അച്ഛൻ വീട്ടിലില്ലാത്തപ്പോ ഫ്ലവറും തന്നു. ടച്ച് ചെയ്തില്ല. ഷുവർ? ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണാൻ തെറ്റില്ലെങ്കിലും ജാട കൂടുതൽ. ഇത്തവണ ഞാൻ നിന്റെ അടുത്ത് വരിക മാത്രമല്ല, നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വെറും മണിക്കൂറുകളല്ല, ഒരു ദിവസം മുഴുവനായിട്ട്. നിന്റെ ജീവിതത്തിൽ ഓർമ്മിക്കാനായി ഒരു ദിവസം ഞാൻ തരാം. ഇംപോസിബിൾ. പുറത്ത് കണ്ടല്ലോ, സെക്യൂരിറ്റി ഇപ്പൊ ഡബിളാ. നോക്ക് ഡോക്ടർ മോളെ, ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയിടിഞ്ഞ് വീണാലും എന്തൊക്കെ സംഭവിച്ചാലും ഭയന്ന് പിന്മാറുന്നവനല്ല ഞാൻ. നിന്റെ സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എല്ലാവരും നോക്കി നിൽക്കി ആർക്കും യാതൊരു ഡൗട്ടും വരാതെ കറങ്ങി അടിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് നിന്റെ ലവ് ട്രാക്ക്. ഇത്തവണ നിനക്ക് ആരെയും തല്ലാം, ആർക്ക് വേണമെങ്കിലും നിന്നെയും തല്ലാം. അത് കഴിഞ്ഞും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആലോചിക്കാം. ഓ എന്റെ പൊന്നു ഡോക്ടർ മോളെ, ഐ ലവ് യു എന്ന് പറയാൻ റെഡി ആയിക്കോ. ഐ വിഷ് യു വെരി ഗുഡ് ലക്ക്. എടാ സത്യ സർ, ഷോപ്പിംഗ് സ്ഥലത്ത് വന്നവൻ, വീട്ടിൽ കയറി വന്നവൻ, ഇനിയും എങ്ങനെയും എവിടുന്ന് വേണമെങ്കിലും വരാം. എല്ലായിടത്തും നമ്മുടെ കണ്ണുണ്ടാവണം. പറഞ്ഞത് കേട്ടില്ലേ? കണ്ണുണ്ടായിട്ട് മാത്രം കാര്യമില്ലെന്ന്. അണ്ണനെ ഉദ്ദേശിച്ച എന്നെ അല്ല. അച്ഛാ ബൈ. ബൈ മോളെ. എന്താടാ ബഹളം? വിജടകളാണ്, സിഗരറ്റ് നോക്ക്. നമ്മുടെ കാറുകൾ എവിടെ? ഹലോ തന്നൂടാ, സെക്യൂരിറ്റി എവിടെയാണ്? അതെനിക്കെങ്ങനെ അറിയാം മാഡം? നീയോ? നീ എപ്പോഴാ കയറിയത്? ഇറങ്ങിയട്ടെ മാഡം. മകനെ, ഞാൻ ബ്രദർ പൈലി, ഇതെന്റെ ട്രാൻസ്ലേറ്റർ. ഞങ്ങളുടെ കാറിൽ എങ്ങനെ കയറി? ഇല്ല സഹോദര, ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് വന്നത്. നമ്പർ പ്ലേറ്റ് നോക്കൂ. സുവിശേഷത്തിന് പോകുന്നതിനിടയിലാണ് കാറുകൾ തമ്മിൽ മാറിപ്പോയത്. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞാടെ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ. ഇങ്ങനെ വിഷണനായി നിൽക്കാതെ മകനെ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയും കളഞ്ഞുപോയ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയും കരയൂ മകനെ. എന്താണ് നീ പറയുന്നത്? സത്യമാ സർ, എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ കാറി കയറിയത്? കോളേജിൽ വന്നപ്പോ കാണുന്നില്ല സർ. വേഗം എല്ലായിടത്തും പോയി അന്വേഷിക്കടാ. വണ്ടി എടുക്കണം. നീ സാധാരണക്കാരനല്ല. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ടൈറ്റ് സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന്. നോ കോളേജ്, നോ റൗഡീസ്, നോ പ്രോബ്ലംസ്. ഇന്ന് മുഴുവൻ ഫ്രീ ആയി എൻജോയ്. എന്റെ ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പ്രസ്സോ പബ്ലിക്കോ ഒന്നും അറിയേണ്ട കാര്യമേ അല്ല. ആ കമ്മീഷണറോട് പറ, അവനോട് പറയണോ? അണ്ണാ, സാറേ, ചൈത്ര മേഡം വന്നു സാറേ. മാറി നിൽക്കണം. ഇന്നത്തെ ദിവസത്തോടെ നീയും ഫിനിഷ്, നിന്റെ ജോബും ഫിനിഷ്. മനസ്സിലായടാ? കൊന്നേക്ക് സാർ, കൊന്നേക്ക്. നിങ്ങളുടെ മോളെ രക്ഷിച്ച് പുഷ്പം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും. സാറേ, കള്ളം പറയാ, വിശ്വസിക്കരുത്. താനൊന്നും മിണ്ടായിരുന്നേ.
സാർ ഇവൻ എന്താ പറയാനുള്ളത് ഞാൻ പറയട്ടെ. ആദ്യം ലെറ്റർ എടുത്തിട്ട് TV ഷോ ആണെന്ന് പറഞ്ഞു, ഒരു പൂ എടുത്തിട്ട് റിയൽ ഷോ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ദേ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഷോ ആണെന്ന് പറയും. ഇതൊക്കെ ഇവന്റെ ഓരോ തരികിട നമ്പറുകളാണെന്ന്. ഇതൊക്കെയല്ലേ? അതങ്ങ് വായ തുറന്നങ്ങോട്ട് പറ. സാറേ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇതെല്ലാം ആക്ടിങ്ങാ. നിനക്ക് പറയാനുള്ളത് ഞാൻ പറയാം. മറിച്ചും തിരിച്ചും മറിച്ചും അടിച്ചിട്ട് കൈതരും. അങ്ങനെ അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് മനുഷ്യനെ വട്ടാക്കും. ഇതെല്ലാം ഇവന്റെ വേറെ ആക്ടിങ്ങിലാണെന്ന് അർത്ഥം അല്ലടോ? പറഞ്ഞു പറ. നിർത്ത. ശരിക്കും ആരാടാ നീ? സബാഷ്. ഈ ചോദിച്ചത് ഇതുവരെ ഇവരാരെങ്കിലും അന്വേഷിച്ചോ സാർ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു? സാറേ ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചൈത്രമാണ് കിഡ്നാപ്പ് ചെയ്തത് ഇവനാണ്. ഹലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൈത്രയെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാ. എന്തിന്? നിങ്ങളുടെ ചുറ്റുമുള്ളവർ വെറും വേസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ. സാർ, ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തമാരെ പോറ്റുന്നതിനേക്കാൾ എന്നെ പോലെ ജോലി ഇല്ലാത്തവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എങ്കിലും കുറയുമല്ലോ. ചൈത്രയെ നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തത്, ബൈക്ക് അവിടെ തന്നെ വെച്ചേക്കാം, വന്നെടുത്തു. വരട്ടെ സാർ, ബൈ. സാറേ അവനെ നാളെ മുതൽ നിന്റെ പൊസിഷൻ മാറുക. പൊസിഷൻ മാറ്റി എന്ന് പറഞ്ഞ നമ്മുടെ ജോലി പോയെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ അല്ല, നിന്റെ. ഹലോ ബെല്ലാരി, ഞാൻ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. CM-മായി നമ്മുടെ മാറ്റർ സംസാരിച്ചു. ഒരു ശുഭവാർത്ത പറയട്ടെ, ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് പേപ്പർ കിട്ടി. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏക തടസ്സം അതായിരുന്നില്ലേ, ഇപ്പൊ അതും സോൾവ്. ശരിയണ്ണ, ബൈ. എന്തു പറ്റിയടോ? എന്താ തനിക്കൊരു മൂഡ് ഓഫ് പോലെ? കേട്ടതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒരു പ്രശ്നം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയാലോ. കാര്യം എന്താന്ന് പറ. ഏതോ ഒരുത്തൻ ചൈത്രയെ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് പോലെയുണ്ട്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആകരുത്. അവളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ടാകണം. അതിലൊരു വീഴ്ചയും വരരുത്. ജനുവരി 1 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നറിയാലോ. എനിക്ക് ഓർമ്മയുണ്ട്. ജനുവരി 1 തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാലോ? തീർച്ചയായും ഡോക്ടർ. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ടൈം ഞാൻ ഇൻഫോം ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഹലോ, എന്തായി ബോസ് ഡെവലപ്മെന്റ്സ്? ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെക്കാൻ പറയട്ടെ. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ ഞാൻ. ബെല്ലാരി ചൈത്ര ഇനി കോളേജിലേക്ക് അയക്കുന്നില്ല. മാരേജ് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് കാറ്റ്സ് അടക്കമുള്ള സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിരിക്കുക. നിന്റെ ഡെഡ് ലൈനും നിന്റെ ഫാദറിന്റെ ലൈഫ് ലൈനും ഇനി 3 days ആണുള്ളത്. റെഡി ടു ഫേസ് ഇറ്റ്. ബൈ. ഞാൻ എത്ര ഫോൺ ചെയ്തു നിനക്ക്? നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരിക. നോ, വേണ്ട. ഈ ടൈമിൽ റിസ്ക് എടുക്കണ്ട. നോക്ക് ചൈത്രു, നീ പറഞ്ഞ 3 ടെസ്റ്റിലും ഞാൻ ജയിച്ചു. ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം. സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും പ്രഷറിലും ഒന്നുമല്ല പറയേണ്ടത്. ഡിസംബർ 31 നൈറ്റ് ഞാൻ ഡാൻസ് സ്കൂളിനടുത്ത് വരും. രാത്രി 12 മണിക്ക് പുതുവർഷത്തെ ലോകമാകെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ ടൈമിൽ ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞ് പുതിയൊരു ജീവിതത്തെ ഞാൻ വെൽക്കം ചെയ്യും. ഇന്നു മുതൽ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ, താങ്ക്സ്. സാർ, രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്.
അവിടെ നിൽക്കുക. ഡേയ് ഇങ്ങ് വേടാ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസിട്ട് കൊണ്ടുവരാ സാറേ. പോയി ലിക്കർ ഒഴിച്ചോണ്ട് വാടാ. ഏയ് 12 മണിയാകുന്നു. നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ആ ശരി. അതെ, മോളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നീ പോയി എല്ലായിടത്തും നല്ലത് നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. രാജ് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ. എന്താ ഭ്രാന്താണോ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആവേശം കൊണ്ട് സ്വന്തം മോളെയാണ് കൊല്ലാൻ പോകുന്നത്. മോളോ? അതെ. ആരാടാ മോള്? ആരുടെയാടാ മോള്? ശരിക്കും അവൾ എന്റെ മോളെയല്ല. സാർ എന്താ ഈ പറയുന്നത്? ഇത്ര നാളും ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 13 വർഷം ഞാൻ കാത്തിരുന്നത് വെറുതെ ആകാൻ പാടില്ല. അവളെ എനിക്ക് ജീവനോടെ കിട്ടിയേ തീരൂ.